ഫ്രണ്ട്സ് എല്ലാവർക്കും ഓഡിയോ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു RC ഹൈ പാസ് ഫിൽട്ടർ ആണ്. ഈ ഒരു RC ഹൈ പാസ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റർ, ഒരു കപ്പാസിറ്റർ, അതേപോലെ പിന്നെ അതിനുപരി നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരു സിഗ്നൽ ജനറേറ്റർ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ ജനറേറ്റർ, പിന്നെ ഒരു ബ്രെഡ് ബോർഡ്, പിന്നെ ഒരു CRO. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു RC ഹൈ പാസ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു സർക്യൂട്ട് ബേസ് ചെയ്ത് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു RC ഹൈ പാസ് ഫിൽട്ടറോ അല്ലെങ്കിൽ RC ലോ പാസ് ഫിൽട്ടറോ ഏതോ ആയിക്കോട്ടെ, സർക്യൂട്ട് എങ്ങനെ ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യാമെന്നും ഈ ഒരു സർക്യൂട്ട് കണക്ട് ചെയ്ത് എങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാമെന്നും എവിടേക്കാണ് നമുക്ക് ഇൻപുട്ട് ചെയ്യാമെന്നും ആണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കണം. ഓക്കെ അല്ല, നിങ്ങൾക്ക് ഇത് ലാബ് സെക്ഷനുകളിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഉപയോഗപ്പെടും ഇങ്ങനെ ഒരു സെക്ഷൻ. കാര്യം നിങ്ങൾക്ക് ലാബിൽ ബ്രെഡ് ബോർഡിലായിരിക്കും നിങ്ങൾ കൂടുതൽ പേര് ചെയ്യുന്നത്. ആ ബ്രെഡ് ബോർഡ് കണക്ഷൻസ് കുറച്ച് നന്നായിട്ട് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് ഔട്ട്പുട്ട് കൃത്യമായിട്ട് CROയിൽ എടുക്കാൻ കഴിയും. ഓക്കെ അല്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സെക്ഷൻ ഞാൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ, ആദ്യം നമുക്ക് ഈ ഒരു റെസിസ്റ്റർ എടുത്ത് ഇതേപോലെ ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ, ഇതേപോലെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബ്രെഡ് ബോർഡിനകത്ത് നമ്മൾ 2 പോയിന്റുകൾ മാർക്ക് ചെയ്ത് വെക്കുക. ആദ്യമേ ഇതൊരു കോമൺ പോസിറ്റീവ് എന്നും ഇതൊരു കോമൺ നെഗറ്റീവ് എന്നും മാർക്ക് ചെയ്ത് വെക്കുക. കാര്യം ഇങ്ങനെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കണക്ഷൻസ് കറക്റ്റ് എല്ലായിടത്തും പോസിറ്റീവ് നെഗറ്റീവും കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ അല്ലേ, ഈ ഒരു കണ്ടല്ലോ, ഈ ഒരു ടെർമിനൽ 1, ഈ ഒരു റെസിസ്റ്ററിന്റെ ടെർമിനൽ 1-ൽ നിന്നും ഒരു കണക്ഷൻ എടുത്ത് കോമൺ നെഗറ്റീവിലേക്ക്, അതായത് നമ്മൾ ഈ ബ്രെഡ് ബോർഡിൽ കോമൺ ആയിട്ട് ഒരു പോയിന്റ് എടുത്തു, ആ ഒരു കോമൺ പോയിന്റിലേക്ക് നമ്മളിതാ കണക്ട് ചെയ്യുന്നു, കോമൺ നെഗറ്റീവിലേക്ക്. ഓക്കെ അല്ലേ, എന്നിട്ട് നമുക്ക് ഈ ഒരു വയറിന്റെ കളർ ഒന്ന് ബ്ലാക്ക് ആക്കാം. അതിനുശേഷം നമ്മുടെ ഈ കപ്പാസിറ്റർ, ഓക്കെ അല്ലേ, കപ്പാസിറ്റർ, ഈ ഒരു കപ്പാസിറ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.22, ഓക്കെ അല്ലേ, 0.022 PF കപ്പാസിറ്റർ ആണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ റെസിസ്റ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6.8K ആണ്. ഓക്കെ അല്ലേ, ഇനി നമുക്ക് ഈ കപ്പാസിറ്ററിന്റെ കണ്ടല്ലോ, ഈ ടെർമിനൽ 1, കപ്പാസിറ്ററിന്റെ ടെർമിനൽ 1-ൽ നിന്നും ഒരു കണക്ഷൻ എടുത്ത് നമ്മുടെ ഈ കോമൺ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു വയറിന്റെ കളർ ഒന്ന് മാറ്റാം, റെഡ് ആക്കി. ഓക്കെ, അത് കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ഈ ഒരു RC സർക്യൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫംഗ്ഷൻ ജനറേറ്ററിൽ നിന്നും സിഗ്നൽ, അതായത് സൈൻ വേവ് ഇൻപുട്ട് ചെയ്യണം. ഓക്കെ അല്ലേ, അതിനുവേണ്ടി നമ്മളൊരു ഫംഗ്ഷൻ ജനറേറ്റർ കൊണ്ടുവച്ചു. ഫംഗ്ഷൻ ജനറേറ്ററിൽ നിന്നും 2 പോസിറ്റീവും നെഗറ്റീവും ടെർമിനൽസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു ലാബ് കേസുകളിൽ നമുക്കിതൊരു എന്തായിരിക്കും, ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവ് കണക്ഷന് പകരം ഒരു പ്രോബ് ആയിരിക്കും. ആ പ്രോബിന് 2 വയറുകൾ കാണും, അതിലൊന്ന് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ, ഈ ഒരു പോസിറ്റീവിൽ നിന്നും നമ്മളൊരു കണക്ഷൻ എടുത്ത് നമ്മുടെ ഈ കോമൺ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ, അതിനുശേഷം ഈ ഒരു വയറൊന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഈ ഒരു നെഗറ്റീവിൽ നിന്ന് ഒരു കണക്ഷൻ എടുക്കുക, നമ്മുടെ കോമൺ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതും വയറൊന്ന് കൃത്യമാക്കി ജസ്റ്റ് ആ ഒരു വയറിന്റെ കളർ ഒന്ന് ബ്ലാക്ക് ആക്കാം. ഓക്കെ, അത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ CR എടുക്കുക, ഇതേപോലെ വയ്ക്കുക. CROയിലും സെയിം രീതിയാണ്, 2 പോസിറ്റീവ് നെഗറ്റീവ് 2 ലൈനുകൾ കൊടുത്തിട്ടുണ്ട്. CROയിലും സെയിം രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ലാബ് കേസിൽ CROയിൽ ഒരു പ്രോബുകളായിരിക്കും ഔട്ട്പുട്ട്. ആ പ്രോബിന്റെ അറ്റത്ത് 2 വയേഴ്സ് കാണും, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് വിചാരിക്കുക, എന്നിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ, ഈ ഒരു കണ്ടല്ലോ, ഈ ഒരു ടെർമിനൽ 2 ഉണ്ടല്ലോ, കപ്പാസിറ്ററിന്റെ ടെർമിനൽ 2ഉം റെസിസ്റ്ററിന്റെ ടെർമിനൽ 2ഉം വന്ന് കയറുന്ന ഈ ഒരു പോയിന്റിൽ നിന്നും ഔട്ട് എടുക്കുക. ഔട്ട് എടുത്തതിന് ശേഷം നമ്മൾ എവിടെ കണക്ട് ചെയ്യുക, നമ്മുടെ CROയുടെ പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു വയറൊന്ന് കറക്റ്റ് ചെയ്യുക. ഈ വയറൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ഈ വയറിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം, റെഡ് ആക്കാം. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു CROയിൽ നെഗറ്റീവ്, നമ്മുടെ ഈ നെഗറ്റീവിൽ നിന്ന് ഇങ്ങനെ ഒരു വയർ എടുത്തതിന് ശേഷം നമ്മുടെ ഈ കോമൺ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ വയറൊന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം കളർ ഒന്ന് മാറ്റിയിരിക്കാം, ബ്ലാക്ക് ആക്കി. ഇനി നമുക്ക് CROയിൽ കുറച്ച് ഫംഗ്ഷൻ ജനറേറ്ററിൽ കുറച്ച് സെറ്റിംഗ്സ് ചെയ്യാനുണ്ട്. നമ്മൾ DC ഓഫ്സെറ്റ് ഓഫ് ചെയ്തിടുക. നമ്മൾ സ്ക്വയർ വേവ് അല്ല സൈൻ വേവ് ആക്കുക. അതിനുശേഷം ഫ്രീക്വൻസി സെറ്റ് ചെയ്യുക 1K, ആംപ്ലിറ്റ്യൂഡ് സെറ്റ് ചെയ്യുക 5 വോൾട്ടോ 10 വോൾട്ടോ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഔട്ട്പുട്ട് എത്ര ആംപ്ലിറ്റ്യൂഡിൽ വേണം അതിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഓക്കെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി CROയിൽ കുറച്ച് സെറ്റിംഗ്സ് ഉണ്ട്. അത് നമ്മൾ ടൈം 0.5. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് നോക്കാം.
ഓക്കെ, നമ്മുടെ RC ഹൈ പാസ് ഫിൽറ്ററിന് ഔട്ട്പുട്ട് ഉണ്ട്. ഓക്കെ ആണ്. അപ്പം നമ്മുടെ ഈ ഒരു സർക്യൂട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. താങ്ക് യു.